ഉരുൾപൊട്ടൽ ദുരന്തം മന്ത്രിസഭ ഉപസമിതി വയനാട്ടിൽ തുടരും. ഉരുൾപൊട്ടലിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് ഇന്നു മുതൽ കാർഡ് വിതരണം ചെയ്തു തുടങ്ങും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനവരികളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഇന്ന് ചേർന്ന മന്ത്രിതല യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സ്വീകരിച്ചു കഴിഞ്ഞത്? കെ.പി. അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. ഇതിലാണ് ഒരു പ്രധാന തീരുമാനമുണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉറ്റവർ നഷ്ടപ്പെട്ടവർ, ഇവരൊക്കെ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരെ അടിയന്തരമായി തന്നെ വാടക വീടുകളിലേക്ക് മാറ്റണം. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രഥമ രേഖ എന്ന് പറയുന്നത് പക്ഷേ റേഷൻ കാർഡാണ്. ഇത്തരത്തിൽ റേഷൻ കാർഡുകൾ നഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ ഇത്തരത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ഇന്നു മുതൽ തന്നെ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. ആദ്യഘട്ടത്തിൽ വീടുകൾ, ഈ ക്യാമ്പുകൾ കഴിയുന്നവർക്ക് വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളോടും മേധാവികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റുക. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തന്നെ തുടരാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗവും തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം, അവിടെ തിരച്ചിൽ തുടങ്ങി 9ാം ദിവസമാണ് നിൽക്കുന്നത്. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൽ സംസ്ഥാന സർക്കാരിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതൊക്കെ മന്ത്രിസഭാ ഉപസമിതിയാണ്. ഈ മന്ത്രിസഭാ ഉപസമിതി അവിടെ തുടർന്ന് തന്നെ പോകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വയനാട് ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ വയനാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. കാണാതായവരുടെ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ 71 പേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു അന്തിമ പട്ടിക വരാത്തത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉടനെ തീരുമാനം ഉണ്ടാകില്ല. നിലവിലിപ്പോൾ ഈ മേഖലയിൽ, ഈ സൺറൈസ് വാലിയിലൊക്കെ തെരച്ചിൽ നടത്തുന്നത് സൈന്യത്തിന്റെ നിയന്ത്രണത്തോടെയാണ്, അല്ലെങ്കിൽ സൈന്യമാണ് മുൻകൈ എടുത്തുകൊണ്ട് തിരച്ചിലൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ സൈന്യം തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാണ് മന്ത്രിസഭാ യോഗവും. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൽ രേഖകളടക്കം റേഷൻ കാർഡുകളടക്കം നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും. അവർക്ക് ഇത്തരത്തിലുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമാണ് ഇതിനൊക്കെ കൈക്കൊണ്ടിട്ടുള്ളത്? നിലവിൽ കെ.പി. ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിലിന്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടുള്ളവർക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യുക എന്നത് മാത്രമാണ് നിലവിൽ ആദ്യഘട്ടത്തിലെടുത്ത തീരുമാനം. അതോടൊപ്പം തന്നെ ഇവരെ അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുക എന്നതും സർക്കാരിന്റെ ഭാഗത്തുള്ള തീരുമാനമാണ്. അപ്പോൾ ഈ പുനരധിവാസം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റുക, അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക. ഈ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ ഈ അന്തിമമായിട്ടുള്ള പട്ടികയൊക്കെ തയ്യാറാക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, റേഷൻ കാർഡിലാണ് വ്യക്തി അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ ബയോമെട്രിക് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് റേഷൻ കാർഡ് കൊടുക്കുക, ആ റേഷൻ കാർഡിലെ അംഗസംഖ്യ കൂടി എടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു ആദ്യഘട്ടം സർക്കാർ പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് എന്തായാലും ഇന്നു മുതൽ ഇത്തരത്തിൽ ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ ഈ മാറി താമസിക്കുന്നവർക്ക് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടുള്ളവർക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യും. അതിനുശേഷം ഇവരെ ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്ക് മാറി താമസിക്കും. പിന്നീടുള്ളത് പുനരധിവാസമാണ്. അതോടൊപ്പം തന്നെ ഈ വീട് വെച്ച് നൽകാത്ത പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം രേഖ കിട്ടുക, ആ രേഖയിൽ നിന്നുമൊക്കെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുക. ഈ വ്യക്തിഗത വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി അവിടെ തന്നെ തുടരാനാണ് തീരുമാനിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുക, അതോടൊപ്പം തന്നെ തദ്ദേശ റവന്യൂ വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് ഈ വിവരങ്ങൾ ശേഖരിക്കുക, അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുക, അതിന്റെ ക്രോഡീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് ഈ മേഖലയിൽ തന്നെ തുടരാനാണ് തീരുമാനം. എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ആദ്യഘട്ടം എന്നോണം റേഷൻ കാർഡ് നൽകുക, അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലൊന്നും കൂടുതൽ ചർച്ചയുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ, തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് പോകുക. പ്രാഥമിക ഘട്ടത്തിൽ നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ ഈ താൽക്കാലിക പുനരധിവാസവും അതോടൊപ്പം തന്നെ ഇവർക്ക് രേഖകളും നൽകുക എന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. അതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത്. കെ.പി. ടിൻഡു ദാസ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.